ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. മഴയുണ്ടോ മക്കളെ? ഇവിടെ ഇടയ്ക്ക് മഴ വരുന്നുണ്ട്. കുറേ ദിവസത്തിൽ കഴിഞ്ഞ ദിവസം മഴ വന്നു. ഭയങ്കര ഇടിവെട്ടായിരുന്നു. മഴ കുഴപ്പമില്ല. പിന്നെ ഈ കാലാവസ്ഥയിൽ നമ്മുടെ ചെടിയുടെ ലീഫുകളെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ട്. യെല്ലോ കളറാവുന്നുണ്ട്, ബ്ലാക്ക് സ്പോട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ചെടിയിലൊക്കെ ഉണ്ടോ അങ്ങനെ? എൻ്റെ ഒട്ടുമിക്ക ചെടിയിലുണ്ട്. ഡോണ്ട് വറി, ഇതിനെല്ലാം നമ്മുടെ അടുത്ത് പരിഹാരമുള്ളത്. എന്താ? നമ്മുടെ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, നീം ഓയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സാഫ് എന്തായാലും ആഴ്ചയിൽ ഒരു വട്ടം സ്പ്രേ ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, എൻ്റെ ചെടിയുടെയൊക്കെ ലീഫുകളൊക്കെ കണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു ബ്ലാക്ക് റോസാണ്. ഒരു കൂട്ടുകാരി ചോദിച്ചായിരുന്നു, ബ്ലാക്ക് റോസ് ഡാർക്ക് ആകുമോ എന്ന്. ആകും. ഫസ്റ്റ് വിരിയുമ്പോൾ തന്നെ ലൈറ്റായിട്ട് വരുള്ളൂ. പിന്നെ അത് ഫെയിൽഡ് ആകുന്നതനുസരിച്ച് ഡാർക്ക് ആവും, നല്ല ബ്ലാക്ക് ആവും. അങ്ങനെ ബ്ലാക്ക് റോസ്. അല്ലാതെ വിരിയുമ്പോൾ തന്നെ ബ്ലാക്കായിട്ട് വിരിയത്തില്ല. പിന്നെ കുറച്ച് നേന്ത്രപ്പഴത്തിൻ്റെ തോല്, കുറച്ച് മുട്ടയുടെ തോട്, ചായപ്പൊടി ഇതെല്ലാം കൂടി സാദാ വെള്ളത്തിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു 5 ദിവസം വരെ വെക്കുക. എല്ലാ ദിവസവും വൈകിട്ടും രാവിലെയും ബോട്ടിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് അത് ഷെയ്ക്ക് ചെയ്യണ്ട, ഓപ്പൺ ചെയ്യാതെ തന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 5 ദിവസം കഴിഞ്ഞിട്ട് ഒത്തിരി വെള്ളം കൂട്ടിയിട്ട്, അതിൻ്റെ 5 ഇരട്ടിയോ 6 ഇരട്ടിയോ വെള്ളം കൂട്ടിയിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ മഴയില്ലാത്ത ടൈമിൽ മാത്രം കൊടുക്കുക. ഒത്തിരി മഴയുണ്ട് എങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കണ്ട. കാരണം ജൈവവളമല്ലേ, പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും, ഫംഗൽ ബാധിക്കും. അല്ലെങ്കിൽ തന്നെ ഈ ഇടയ്ക്ക് വരുന്ന മഴയും നല്ല കടുത്ത ചൂടുമായിട്ട് നമ്മുടെ ചെടികളുടെ ലീഫുകളെല്ലാം യെല്ലോ കളർ ആകുന്നു, ബ്ലാക്ക് സ്പോട്ട് ആകുന്നു, ലീഫുകളെല്ലാം പൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വളം കൂടി കൊടുത്താൽ ചെടികൾ പെട്ടെന്ന് ഡൈബാക്കൊക്കെ ബാധിക്കും. എന്ന് വെച്ച് വെയിൽ തെളിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ വാട്ടറിങ് ഒന്നും ചെയ്യാതെ വൈകിട്ട് നിങ്ങൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വൈകിട്ട് എന്ന് പറയുമ്പോൾ ഒരു 5:30-ക്ക് ശേഷം. പിന്നെ നമ്മുടെ എപ്സം സാൾട്ട് ഉണ്ടല്ലോ, 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയ സ്പൂൺ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചുവട് ചെടികളുടെ ചുവട് എപ്പോഴും ഇളക്കിയിട്ടിരിക്കണം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആഴ്ചയിൽ 2 വട്ടമാണെങ്കിൽ ബെസ്റ്റ്. 1 വട്ടമെങ്കിലും നിങ്ങൾ എന്തായാലും ഇളക്കിയിരിക്കണം. എന്നിട്ട് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക. ലീഫുകളെല്ലാം നല്ല ഫ്രഷ് ആയിരിക്കും. യെല്ലോ ലീഫ് ആകുന്നതൊക്കെ കുറച്ച് കുറയും. പിന്നെ ഇപ്പോൾ ഈ മഴയുള്ളത് കൊണ്ടാണ്, പിന്നെ ഒത്തിരി വെയിലും വരുന്നുണ്ടല്ലോ, കാലാവസ്ഥ കൊണ്ടാണ് യെല്ലോ കളറാവുന്നത്. അത് ഫംഗലല്ല ചിലത്. എന്ന് വെച്ച് എല്ലാം ഫംഗലല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ. നമുക്ക് പറ്റാവുന്നതെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? പച്ചച്ചാണകം കിട്ടുകയാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു 2 ചിരട്ട പച്ചച്ചാണകം കലക്കി വെച്ചിട്ട്, പിന്നെ നമ്മുടെ ചീമക്കൊന്നിലയോ വെജിറ്റബിളിൻ്റെ പീലോ അതെന്താണെന്ന് വെച്ചാൽ ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഒഴിച്ച് കൊടുക്കും. ഇതെല്ലാം പറയുന്നത് മഴയില്ലാത്ത ടൈമിൽ. പിന്നെ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് എല്ലാം നിങ്ങൾ ഇപ്പോൾ ഒന്നില്ലേ നിങ്ങൾക്ക് ഉണക്കി വെച്ചിട്ട് പൗഡർ രൂപത്തിലാക്കി കൊടുക്കാം. അതല്ല എങ്കിൽ മിക്സിയിട്ട് അരച്ചിട്ട് വെയിൽ വരുന്ന ടൈമിൽ, മഴയില്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ തന്നെ കൊണ്ടുപോയി തട്ടണ്ട. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര പാടാണ്. കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് സേവ് ചെയ്തിട്ട് നമ്മൾ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞെരടി പിഴിഞ്ഞ് കൊടുക്കാൻ പറഞ്ഞില്ലേ, ഭയങ്കര പാടാണ് മക്കളെ. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ട് എനിക്ക് ഭയങ്കര പാടായിപ്പോയി. കാരണം അതെടുത്ത് ഞെരടി പിഴിഞ്ഞ് പിന്നെ ഫിൽറ്റർ ചെയ്ത് അങ്ങനെ. അതിന് നല്ല ഏറ്റവും ബെസ്റ്റ് മിക്സിയിട്ട് അരച്ചിട്ട് ഒത്തിരി വെള്ളം കൂട്ടി ഡയലൂട്ട് ചെയ്ത് ചുവട്ടിൽ കൊണ്ട് ഒഴിക്കുക. മഴയില്ലാത്ത ടൈമിൽ ചുവട് നമ്മളെപ്പോഴും ഇളക്കിയിട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടപ്പൊടി ഇതെല്ലാം ഉണ്ടെങ്കിൽ കമ്പോസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, കിച്ചൺ കമ്പോസ്റ്റ്
അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുവടിളക്കിയിട്ടിട്ട് മണ്ണ് ഫസ്റ്റിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഈ മാറ്റിയ മണ്ണിട്ട് അടച്ചു കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. മഴയ്ക്ക് മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നിർത്താതെ എപ്പോഴും മഴ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചവറുകളും പിന്നെ ചകിരികളൊക്കെ ചുവട്ടിൽ വെച്ചിട്ടില്ലേ, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നെ പഴത്തിൻ്റെ തോലും മുട്ടയുടെ തോടും ചായപ്പൊടി ഇതെല്ലാം കൂടി കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഒത്തിരി വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെയുള്ള ലിക്വിഡായുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ അന്ന് ചെടി വാട്ടറിങ് ചെയ്യണ്ട. വാട്ടറിങ് ചെയ്യാതെ നിങ്ങൾ വൈകിട്ട് ഇത് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടി മക്കൾ വേഗം എത്രയോ പെട്ടെന്ന് അബ്സോർവ് ആവും. അപ്പോൾ പെട്ടെന്ന് എനർജി കിട്ടും. പിന്നെ അരി കഴുകിയ വെള്ളങ്ങളും ഒന്നും നിങ്ങൾ കളയണ്ട. ഫിഷ് വൃത്തിയാക്കിയത് ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ അകത്ത് എല്ലാ വെജിറ്റബിളിൻ്റെ വേസ്റ്റും അരച്ചിട്ട് നമുക്ക് ഇട്ടിട്ട് ഒത്തിരി വെള്ളം കൂട്ടണമെന്ന് മാത്രം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തോല്, ബീറ്റ്റൂട്ടിൻ്റെ തോല്, വെള്ളരിക്ക അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമുക്ക് വെള്ളത്തിയിട്ട് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 5 ദിവസം 7 ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ എടുത്തിട്ട് അത് ഫിൽറ്റർ ചെയ്ത് അത് ഒരു 3 ഇരട്ടിയൊക്കെ ചേർത്താൽ മതിയാവും വെള്ളം, സാധാ വെള്ളം. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപേ എന്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും അതിന് മുന്നേ പ്ലാന്റ്സ് എല്ലാം ക്ലീൻ ചെയ്യണം. യെല്ലോ ലീഫുകൾ, ഉണങ്ങിയ സ്റ്റമ്മുകൾ, വാടിയ ഫ്ലവറുകൾ എല്ലാം ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. പിന്നെ സാഫ് എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. ആഴ്ചയിൽ 1 വട്ടം, മാസത്തിൽ 1 വട്ടം നമ്മുടെ സീഡോമോണസ്. പിന്നെ ആഴ്ചയിൽ ഇതേപോലെ 1 വട്ടം എപ്സം സോൾട്ട് ഇതെല്ലാം കൊടുക്കണം. പിന്നെ ഡെയിലിയോ 2 ഡേയ്സ് ഗ്യാപ്പിലോ മഞ്ഞൾപ്പൊടി, നമ്മുടെ വെളുത്തുള്ളി, നീം ഓയിൽ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഒത്തിരി കീടാണുക്കൾ വരുന്നുണ്ട്, ഒത്തിരി കീടങ്ങൾ നമ്മുടെ ചെടികളെ ആക്രമിക്കാനായിട്ട്. അപ്പം നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. നമ്മുടെ ചെടികളെ ഉപദ്രവിക്കാൻ വരുന്ന കീടങ്ങളെ, വില്ലന്മാരെയും വില്ലത്തികളെയൊക്കെ നമ്മൾ തുരത്തണം കേട്ടോ. അങ്ങനെയൊക്കെ നോക്കണം മക്കളെ. കാരണം കാലാവസ്ഥ അങ്ങനെയാണേ, എങ്ങനെ നോക്കിയാലും പ്രശ്നങ്ങളായിരിക്കുള്ളൂ. പിന്നെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവർ, നിങ്ങളുടെ ചെടികളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഈ ജൈവവളവും ജൈവ കീടനാശിനിയും വെച്ചിട്ടിരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും കെമിക്കലായിട്ടുള്ളത് നോക്കണം. എന്നിട്ട് വേണം, അത് അസുഖം കുറച്ചിട്ട് വേണം ജൈവ കീടനാശിനിയും ജൈവവളങ്ങളും വച്ചുകൊണ്ടിരിക്കാൻ. ഒത്തിരി മുരടിപ്പുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഡൈബാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. ചില അസുഖങ്ങൾ അങ്ങനെയല്ലേ. എന്നുപോലെ നിങ്ങളങ്ങനെ നിങ്ങളുടെ ചെടികൾ എന്താണോ പ്രശ്നമെന്ന് നിങ്ങൾ തന്നെ നോക്കണം. നമ്മളെപ്പോഴും ഇവരുടെ കൂടെ നടന്നു കഴിയുമ്പോൾ അവരുടെ ഒരു മാറ്റം, അവരുടെ അസുഖം എല്ലാം നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട്? ഓക്കെ. നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം കേട്ടോ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ. ഓക്കെ, ടാറ്റാ, ബൈ.